മേഡം അവര് വന്നിട്ടുണ്ടേ. അതെ, വല്ല നടക്കും. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടേ. പിന്നെ ബാക്കിയെല്ലാം മേഡത്തിന്റെ കയ്യിലാ. നമസ്കാരം മേഡം. നമസ്കാരം നമസ്കാരം. ഇരിക്കാം. മാഡം 3 ലക്ഷം രൂപ വേണമെന്ന് നിർബന്ധമായും ഓഫീസിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാം വിറ്റ് പെറുക്കിയിട്ടാണ് ഇത്രയും പൈസ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. എന്നല്ലെങ്കിലും മോള് UK പോയി ഒന്ന് രക്ഷപ്പെടുമല്ലോ. ഞങ്ങൾ രക്ഷപ്പെടുമല്ലോ. 3 ലക്ഷം മുടക്കിയാലെന്താ? മോള് പറക്കുന്നു, കാശിങ് വരുന്നു. ഇല്ലേ മോളെ? എന്താ ചെക്കിങ് എടുത്തട്ടെ? നിങ്ങളുടെ കാര്യം ഓക്കെ. ശരി മാം, പെട്ടെന്നാവൂലേ? ഞങ്ങൾ പോയിക്കോട്ടെ. ഓക്കെ, എല്ലാ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ പോകും. ശരി മേഡം. അവര് പോയി മേഡം. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ആയോന്നോ? ഞാൻ വീഴ്ത്തിയില്ലേ മേഡം? അപാരം തന്നെ. പിന്നെ എന്റെ കാര്യം മറക്കരുത് കേട്ടോ. ഇവർക്കൊന്നും ബോധമില്ല. നമുക്കവിടെ കാശിന് ആവശ്യമുണ്ട്. ഇവരെ പോലെയുള്ളവർ കൊണ്ടത്ത് തരാൻ. 40 പേരോളം നമ്മുടെ വലയിൽ പെട്ടിട്ടുണ്ട്. വേഗം സ്ഥലം വിടാം, ഇല്ലെങ്കിൽ പണിയാൻ കേട്ടാ. നമ്മളിന്ന് രാത്രി തന്നെ ഇവിടുന്ന് സ്കൂട്ടാവുമല്ലേ? അടുത്ത സ്ഥലത്തേക്കല്ലേ? ആഗ്രഹം കൂടിയിട്ട് എടുത്ത് ചാടിയതാ. ഇതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല അല്ലേ? എന്ത് ചെയ്യും? നമ്മൾ പെട്ടുപോയില്ലേ? ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടുമ്പോ അതിനെക്കുറിച്ച് ശരിക്കും അറിയണം അമ്മേ. നമ്മള് കണ്ണന്റെ കയ്യിൽ തന്നെ താക്കോല് കൊടുത്തില്ലേ അമ്മേ? ഞാൻ ഇതുപോലൊരു ചതിയിൽ പെട്ടുപോയല്ല. മണ്ടത്തിലാണ് ഞാൻ കാണിച്ചത്. അവൾമാരുടെ കെണിയിൽ ഞാൻ പെട്ടുപോയല്ല. ചേച്ചി, അച്ഛനോട് കാര്യം പറയരുത്. ഞാൻ അകത്ത് വളർന്നിരിക്കുക. പറയാതിരുന്നിട്ട് എന്ത് കാര്യം? എന്നായാലും അച്ഛനാ സത്യം അറിയില്ലേ? എന്ത് ചെയ്യാനാ ചേച്ചി? പറ്റിപ്പോയില്ലേ? അച്ഛാ, അറിഞ്ഞോ? മോള് ഉയരങ്ങളിലേക്ക് പറക്കാൻ പോവാ. നമ്മളാരും അറിയാതെ അവക്ക് UK പോകാനെന്ന് പറഞ്ഞിട്ട് കുറെ പൈസ തട്ടിപ്പ് നടത്തുന്ന 2 പെണ്ണുങ്ങളുടെ കൈ കൊണ്ട കൊടുത്തിരിക്കുക. എന്തൊക്കെയാ പൈസ കൊടുത്തുണ്ടോ? ശരിയാണോ? നല്ല ടീമാന്ന് അറിഞ്ഞ അച്ഛ. പിന്നീട് അറിഞ്ഞ തട്ടിപ്പാണ്. എന്നാലും മോളെ, എന്നോട് ഒരു വാക്ക് നീ പറഞ്ഞില്ലല്ലോ. അച്ഛ, തെറ്റുപറ്റിപ്പോയി. കുറെ പേര് ഈ ചതിയിൽ പെട്ടുപോയിട്ടുണ്ട് അച്ഛ. അവരതിനെതിരെ ആക്ഷൻ എടുത്തോണ്ടിരിക്കുക. ഞാനും ഇപ്പൊ അവരെ തപ്പിക്കൊണ്ടിരിക്കുക. എവിടെ കിട്ടാൻ? പോയത് പോയി. ഏത് കാര്യത്തെ കുറിച്ച് കേട്ടാലും അതിനെ പറ്റി അന്വേഷിക്കണം, കുടുംബക്കാരോട് പറയണം. മനസ്സിലായോ? അത് എങ്ങനെ ഇരിക്കും? എവിടെ കിട്ടാനാ? അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടാവും. കിട്ടിയാ പറയാൻ കിട്ടിയില്ല. അവരിങ്ങനെ ഓരോ ദിവസവും സ്ഥലം മാറി മാറി പോയിക്കൊണ്ടിരിക്കില്ലേ? ചേച്ചിയുടെ മോളുടെ കാര്യം അന്ന് നീ മറന്നുപോയില്ലേ? മോളെ, വിദ്യാഭ്യാസത്തിലോ വിവരത്തിലോ അല്ല കാര്യം, വിവേകത്തിലാണ് കാര്യം.